വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ സമ്പന്നമായിട്ടുള്ള കുടുംബത്തിലെ കുട്ടികളായിരുന്നു വിദേശ രാജ്യങ്ങൾ, അതായത് കാനഡ ആയിക്കോട്ടെ US പഠിക്കാൻ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ റീസെൻ്റായിട്ട് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം 2020-21 കാലഘട്ടത്തിൽ വളരെയധികം കുട്ടികളാണ് കാനഡയിലൊക്കെ ലോണൊക്കെ എടുത്തിട്ട് പഠിക്കാൻ വന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വരുന്നവർക്കെല്ലാം കാനഡ PR കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടാണ്. ഏജൻസികൾ അത് മാക്സിമം അവരുടെ ഒരു ബിസിനസ്സിൻ്റെ ലാഭം എന്നുള്ള രീതിയിൽ അത് മാക്സിമം ഒരു പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തു. അത് വിശ്വസിച്ച് പല കുട്ടികളും ബാങ്കിൽ നിന്നൊക്കെ ഭീമമായിട്ടുള്ള ലോണൊക്കെ എടുത്തിട്ട് കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പഠിക്കാനായിട്ട് വരികയും ചെയ്തു. ബാങ്കുകാരും അങ്ങനെയുള്ള ലോണുകളൊക്കെ മാക്സിമം അപ്രൂവ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കാരണം കോവിഡിൻ്റെ സമയത്ത് ബാങ്കിൻ്റെ ബിസിനസ്സും എല്ലാം ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒത്തിരിയധികം കുട്ടികൾ വിദേശത്തൊക്കെ പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ബാങ്കിൽ ലോണിനൊക്കെ അപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ബാങ്ക് അന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഈട് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള മുഴുവൻ തുകയും ബാങ്കിൽ നിന്നൊക്കെ ലോൺ കിട്ടുമായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കാനായിട്ട് വന്നത്. 2020-2021 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണക്ക് പറയുന്നത് ഏറ്റവും അധികം കുട്ടികൾ പഠിക്കാൻ വന്ന കാനഡയിലെ കൊനസ്റ്റോഗ എന്ന കോളേജ് അടുത്ത അധ്യയന വർഷത്തേക്ക് കുട്ടികളൊന്നും ഇല്ലാതെ ക്ലാസ് റൂമൊക്കെ empty ആയിട്ടാണ് ഇപ്പം ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കണക്കുകളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡയിലെ കോളേജുകളൊക്കെ കൂടുതലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് കാനഡയിലൊക്കെ ജനിച്ചു വളർന്ന കുട്ടികളായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ കുട്ടികളുടെ ഇവിടെയൊക്കെ പഠിക്കാൻ വരുന്ന കാരണം ഡൊമസ്റ്റിക് കുട്ടികൾക്ക് ഇവിടെയുള്ള അഡ്മിഷൻ ഒന്നും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. 2024 വെച്ച് നോക്കുമ്പോൾ 2025 ഡൊമസ്റ്റിക് കുട്ടികളുടെ എണ്ണത്തിൽ 28% ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കേസ് വരുമ്പോൾ 62% ഇടിവാണ് വന്നേക്കുന്നത്. 2024 തന്നെ കാനഡയിലെ PR കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടി എന്നുള്ള ന്യൂസ് വരാൻ തുടങ്ങിയത് മുതൽ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒഴുക്ക് ഗണ്യമായിട്ട് കുറയുകയുണ്ടായി. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷം 2,25,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ഈ കൊനസ്റ്റോഗ കോളേജിൽ മാത്രം അഡ്മിഷൻ എടുത്തത്. ആ സ്ഥാനത്ത് ഈ 2025 ആകുമ്പോൾ കുട്ടികളുടെ പുതിയ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൊനസ്റ്റോഗ കോളേജിൽ അഡ്മിഷൻ എടുത്തതാകട്ടെ വെറും 85,000 പേര് മാത്രം. കോളേജിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് ഇതിൽ അവർക്കൊരു സർപ്രൈസ് ഒന്നും ഇല്ല എന്നാണ്. കാരണം ഈ കാനഡ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഈ PR-ൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കൂടിയത് കൊണ്ട് തന്നെ അവർ ഈ വർഷം ഇൻടേക്കിലെ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും എന്നവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു സെമസ്റ്റർ ആകുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് കുട്ടികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. Just over 8,500 international students are enrolled at Conestoga College this semester, a drastic drop from more than 22,600 last spring. We can see the difference in the number of students that we're seeing on site. So I'm not surprised. Vicky Poirier is the president of a local union representing full-time and part-time support staff at the college, a sector that saw around 180 jobs slashed earlier this year. Some of that work isn't gone. It's there now and it's unfortunately being absorbed by our members. She says the college is moving backwards by cutting back in areas that need the most support. Our writing consultants, our scheduling area, our student success advisors, those are student services. Those are roles that provide support to students. As for whether the cuts were warranted, we don't know where things are at right now. So we can't even say that the cuts that were made to our job force. കാനഡയിൽ വന്നിട്ടുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ചൂസ് ചെയ്തൊരു കോളേജാണ് കൊനസ്റ്റോഗ. അതുകൊണ്ടാണ് കൊനസ്റ്റോഗ കോളേജിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഈ അവസ്ഥ തന്നെയാണ് ബാക്കിയുള്ള മിക്ക കോളേജുകൾക്കും. ഇനി വരും ദിവസങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്ന കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് PR-ൻ്റെ കേസിലും അങ്ങനത്തെ കണക്കുകളൊക്കെ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.